ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് കമ്പനി ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൗ ടു റീഡ് കമ്പനി ലോ ആൻഡ് ഹൗ ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് കമ്പനി ലോ. എങ്ങനെയാണ് നമ്മൾ കമ്പനീസ് ആക്ട് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 ആണ്. അപ്പൊ കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റാൻഡ് അലോൺ പീസ് ഓഫ് ലെജിസ്ലേഷൻ. സ്റ്റാൻഡ് അലോൺ പീസ് ഓഫ് ലെജിസ്ലേഷൻ എന്ന് വെച്ചാൽ അത് മാത്രം ഒറ്റയ്ക്കെടുത്ത് വായിക്കേണ്ട ഒന്നല്ല. കമ്പനീസ് ആക്ട് വായിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ കൂടെ തന്നെ അതിന് റെലവെന്റ് ആയിട്ടുള്ള ഓർഡേഴ്സും റൂൾസും നോട്ടിഫിക്കേഷൻസും സർക്കുലേഴ്സും ഒക്കെ വായിക്കണം. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, എന്താണ് ഈ റൂൾസ്, എന്താണ് ഈ നോട്ടിഫിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ വെച്ചാൽ എന്താണ്. അപ്പൊ ഇതൊക്കെ എന്താന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ സെഷൻ. ഇപ്പൊ കമ്പനീസ് ആക്ട് എന്നുള്ളത് നിങ്ങൾക്കും അറിയുന്നുണ്ടാവും, അതൊരു ബെയർ ആക്ട് ആണ് അല്ലെ. അപ്പൊ അതിന്റെ കൂടെ ഈ കാര്യങ്ങൾ കൂടെ വായിച്ചാലേ കമ്പനീസ് ആക്ട് തന്നെ നമുക്ക് മൊത്തമായിട്ട് മനസ്സിലാവുള്ളൂ. അല്ലാതെ കമ്പനീസ് ആക്ട് എന്നുള്ള ബുക്ക് മാത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആവാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെയൊക്കെ ടെക്സ്റ്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ CA ആണെങ്കിലും CS ആണെങ്കിലും CMA ആണെങ്കിലും അവര് ആക്ട് അങ്ങനെ കോപ്പി ചെയ്തിട്ടല്ല തരുന്നത്. ആക്ട് എന്നുള്ള പോർഷൻസ് അവർ കോപ്പി ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസും എക്സംഷൻസും സർക്കുലേഴ്സും റൂൾസും ഒക്കെ ഒന്നിച്ചിട്ട് അറ്റ് വൺ പ്ലേസ് അവർ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഷൻ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടതെന്ന് ഒന്നുകൂടെ നന്നായിട്ട് അറിയാൻ സാധിക്കും. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ആക്ട് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ പാസ് ചെയ്യുന്നതാണ് അല്ലെ. അതായത് പാർലമെന്റിൽ പാസ് ചെയ്തിട്ടാണ് ഒരു സംഭവം ആക്ട് ആയിട്ട് മാറുന്നത്. അപ്പൊ ആക്ട് ഇറക്കുന്നത് പാർലമെന്റ് ആണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ആണെങ്കിലും റൂൾസ് ആണെങ്കിലും എക്സിക്യൂട്ടീവ് ആണ് പാസ് ചെയ്യുന്നത്. പാർലമെന്റ് അതിനുള്ള അധികാരം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പനീസ് ആക്ടിൽ ആ റൂൾസ് ഫ്രെയിം ചെയ്യാനുള്ള അധികാരം എക്സിക്യൂട്ടീവിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് ആരാണോ അവരാണ് അതിന്റെ റൂൾസ് ഉണ്ടാക്കുക. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണ് കമ്പനീസ് ആക്ട് പാസ് ചെയ്തതെങ്കിൽ അതിന്റെ റൂൾസും നോട്ടിഫിക്കേഷൻസും സെൻട്രൽ ഗവൺമെന്റ് തന്നെ കീഴിൽ വരുന്ന MCA, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ് ഫ്രെയിം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി ഈ കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ടേംസും കാര്യങ്ങളും മനസ്സിലാക്കാം. നിങ്ങൾക്ക് അതിലായിരിക്കും സംശയങ്ങൾ ഏറെ ഉണ്ടാവുക. അപ്പൊ ആദ്യത്തെ റൂൾസ് ആണ്. അതായത് കമ്പനീസ് ആക്ട് നമ്മൾ വായിക്കുന്ന സമയത്ത് കൂടെ തന്നെ വായിക്കേണ്ടതാണ് റൂൾസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ കമ്പനീസ് ആക്ട് ബെയർ ആക്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ റൂൾസ് ഉണ്ടാവില്ല. റൂൾസിന് വേറെ ബുക്കാണ്. അപ്പൊ റൂൾസ് എന്ന് വെച്ചാൽ എന്താണ്? റൂൾസ് എന്ന് വെച്ചാൽ പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ റൂൾസ് എന്ന് പറയുന്നത്. ആക്ടില് ഒരു കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് റൂൾസിലാണ് പറഞ്ഞിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ട്രാഫിക് റൂൾസ് ഉണ്ട് അല്ലെ. അതായത് ആൾക്കാർ ഏത് സൈഡിൽ കൂടെ നടക്കണം, വണ്ടികൾ ഏത് സൈഡിൽ കൂടെ വരണം. എന്തിനാണ് അപ്പൊ ഈ റൂൾസ് എന്ന് പറയുന്നത്? ട്രാഫിക് റൂൾസ് ആണെങ്കിൽ അത് എന്തിനാണ്? ആക്സിഡന്റ്സ് ഇല്ലാതിരിക്കാൻ അല്ലെ. അതുപോലെ തന്നെ നല്ല ഫ്രീ ഫ്ലോ ഓഫ് ട്രാഫിക് ഉണ്ടാവാൻ, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എപ്പോഴും റൂൾസ് ഫ്രെയിം ചെയ്യുന്നത് ആക്ടിനോട് ചേർന്ന് കിടക്കുന്ന രീതിയിലായിരിക്കണം. ആക്ടിന്റെ ഉദ്ദേശം എന്താണോ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലാണ് റൂൾസ് ഫ്രെയിം ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ റൂൾസ് എന്ന് പറയുന്നത് ആക്ടിന്റെ ഒപ്പം തന്നെ നമ്മൾ വായിച്ചാലേ ഓരോന്നും എങ്ങനെയാണ് അവർ നടപ്പിലാക്കണം എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഇപ്പൊ നിങ്ങൾ ഏത് സെക്ഷൻ വായിക്കുകയാണെങ്കിലും കമ്പനീസ് ആക്ടിൽ, ഇപ്പോ ഓഡിറ്റേഴ്സിന്റെ സെക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഓഡിറ്റേഴ്സിന്റെ സെക്ഷൻ വായിക്കുമ്പോൾ കൂടെ തന്നെ ബ്രാക്കറ്റിൽ അവർ തന്നിട്ടുണ്ടാവും ദിസ് സെക്ഷൻ ഓഫ് കമ്പനീസ് ആക്ട് റെഡ് വിത്ത് ഇന്ന റൂൾസ് എന്ന് പറഞ്ഞിട്ട് അല്ലെ. ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് റൂൾസ് 2014 എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ്? ആക്ടും റൂൾസും ഒന്നിച്ച് വായിച്ചാൽ മാത്രമേ നമുക്ക് ആ കാര്യം പിടികിട്ടുള്ളൂ. ആക്ടില് ഒരു സംഭവം തന്നിട്ടുണ്ടാവും, പക്ഷെ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് റൂൾസിലാണ് തന്നിട്ടുണ്ടാവുക. അപ്പൊ റൂൾസിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഇപ്പൊ ഏത് കമ്പനീസിനാണ് ഇത് അപ്ലിക്കബിൾ അല്ലെ, എത്ര ലിമിറ്റിന് മേലെ ടേൺ ഓവർ പോകുന്ന അല്ലെങ്കിൽ എത്ര പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ള കമ്പനീസിനാണ് ഇത് അപ്ലിക്കബിൾ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവുക റൂൾസിലാണ്. ആക്ടിൽ എന്തേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, ഇങ്ങനെ ഒരു സംഭവം വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓഡിറ്ററുടെ റൊട്ടേഷൻ വേണം എന്ന് ആക്ടിൽ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അത് ആർക്ക് എങ്ങനെ അപ്ലിക്കബിൾ ആക്കണം എന്നുള്ളത് റൂൾസിലാണ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ എപ്പോഴും നമ്മൾ ആക്ടിന്റെ കൂടെ തന്നെ റൂൾസും പഠിക്കുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. എന്നാൽ ഇതോടെ കഴിഞ്ഞോ? ഇല്ല. പിന്നെയും നമുക്ക് എന്ത് ആവശ്യമുണ്ട്? നോട്ടിഫിക്കേഷൻസ് ആവശ്യമുണ്ട്, അതുപോലെ ഷെഡ്യൂൾസ് ആവശ്യമുണ്ട്. നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചില എക്സംഷൻസ് കൊടുക്കാനാണ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത്. എക്സംഷൻസ് തന്നെ ഇല്ല, ചേഞ്ചസ് ആണെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാനായിട്ടും നോട്ടിഫിക്കേഷൻസ് ഇറക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ വായിച്ചിട്ടുണ്ടാവും,
ഇപ്പോൾ ഏതെങ്കിലും ഒരു സെക്ഷൻ വരുമ്പോൾ ആ സെക്ഷൻ ഇന്ന കമ്പനീസിന് അപ്ലിക്കബിൾ അല്ല. ഫോർ എക്സാമ്പിൾ ജനറലി കാണാറുള്ളത് ഐദർ ഇത് ഗവൺമെന്റ് കമ്പനീസിന് അപ്ലിക്കബിൾ അല്ല, അല്ലെങ്കിൽ സെക്ഷൻ 8 കമ്പനീസിന് അപ്ലിക്കബിൾ അല്ല, അല്ലെങ്കിൽ 1% കമ്പനീസിന് അപ്ലിക്കബിൾ അല്ല. അപ്പൊ അങ്ങനെ പറയുന്നത് ഒരു നോട്ടിഫിക്കേഷൻ വഴിയായിരിക്കും. ഇന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഇന്ന കമ്പനീസിനെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയാറ്. ചിലപ്പോൾ ടെക്സ്റ്റിൽ അവർ അങ്ങനെ ഇന്ന സ്പെസിഫിക് ആയിട്ട് ഇന്ന നോട്ടിഫിക്കേഷൻ തരുന്നുണ്ടാവില്ല. പക്ഷെ ആക്ച്വലി നിങ്ങൾ ഈ എക്സംഷൻ വായിക്കുന്നത് ഒരു നോട്ടിഫിക്കേഷൻ വഴി അവർ ഇറക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ചില ടെക്സ്റ്റിൽ അങ്ങനെ കാണാറുണ്ട്. ഇപ്പൊ CA മെറ്റീരിയൽ ആണെങ്കിൽ ഞാൻ കണ്ടിരുന്നു, അതായത് അവർ അങ്ങനെ ഇന്ന എക്സംഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരം എന്നൊക്കെ തന്നെ തരുന്നുണ്ട്. പക്ഷെ അതേസമയം ഇപ്പോൾ CS-ന്റെ ബുക്കിലാണെങ്കിലും CMA-യുടെ ബുക്കിലാണെങ്കിലും ചിലപ്പോൾ അത് കാണാറില്ല. അപ്പോൾ എക്സംഷൻസ് എന്നൊക്കെ പറയുന്നത് നോട്ടിഫിക്കേഷൻസ് വഴി അവരെ ഇറക്കുന്നതാണ്. അല്ലാതെ നമ്മുടെ ബെയർ ആക്ട് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ സാധിക്കില്ല. ബെയർ ആക്ടിൽ ആ സെക്ഷനിൽ എന്ത് പറയണോ അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അത് വായിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയില്ല. കൂടെ റൂൾസും നോട്ടിഫിക്കേഷൻസും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത് ഷെഡ്യൂൾസ്. ഷെഡ്യൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ അനക്സ്റ്റേഴ്സ് പോലെയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ ഷെഡ്യൂൾ നമുക്കുണ്ട് അല്ലെ. അപ്പോൾ ആ ഷെഡ്യൂൾ വഴിയാണ് നമ്മൾ ആ പ്രസന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിന്റെ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഷെഡ്യൂൾ 2 ഓഫ് കമ്പനീസ് ആക്ടിലാണ് ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതെങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷെഡ്യൂൾസും ഒരു സെക്ഷൻ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞത് എന്തിനാ ചോദിച്ചാൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് കമ്പനീസ് ആക്ടിൽ ഒരു ഭാഗം നമുക്ക് ഫുള്ളി ക്ലിയർ ആവുന്നത്. പലപ്പോഴും ഇതൊന്നും അറിയാതെ ആൾക്കാർ പഠിക്കണോണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ടെക്സ്റ്റിൽ സ്പെസിഫിക്കലി ഇത് സെക്ഷൻ ആണ്, ഇത് നോട്ടിഫിക്കേഷൻ ആണ് ചിലപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ആക്ച്വലി അത് അങ്ങനെയാണെന്നുള്ളതെങ്കിലും മനസ്സിലാക്കി വെക്കാം. പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത് ടെക്സ്റ്റിൽ പൊതുവെ വരുന്ന വേറൊരു ടേം ആണ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. എപ്പോഴും എന്തെങ്കിലും ഒരു ലിമിറ്റ് പറയുമ്പോൾ ഇപ്പോ 2 crore ഓർ സച്ച് അതർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് അല്ലെ. അപ്പൊ ഈ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് വെച്ചാൽ ഇപ്പൊ അത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല, അതായത് ഇപ്പൊ അത് പറഞ്ഞിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു എമൗണ്ട് പിന്നീട് പറയാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാറ്റി പറയാനുള്ള ഒരു അധികാരം കൊടുത്തോണ്ടാണ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്മോൾ കമ്പനിയുടെ ഡെഫിനിഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ടേൺ ഓവർ 2 crore ഓർ സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയും. അപ്പോ ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു എമൗണ്ട് പിന്നെ 2 crore ഓർ സച്ച് ഹയർ എമൗണ്ട് ബട്ട് നോട്ട് എക്സീഡിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ തന്നിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ഈ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ എമൗണ്ട് മാറ്റാനുള്ള അധികാരത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ തൽക്കാലത്തേക്ക് അത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അമെന്റ്മെന്റ്സിലൂടെയാണ് അത് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ അമെന്റ്മെന്റ്സ് വല്ലതും പുതിയതായിട്ട് വല്ല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ നോക്കണം. അപ്പൊ ആക്ടിൽ ഇത്രേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പൊ ഈ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്താന്നുള്ളത് നമ്മൾ ഇപ്പോഴത്തെ കമ്പനീസ് ആക്ടിൽ വല്ല അമെന്റ്മെന്റും ചേഞ്ചസും വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ലാസ്റ്റ് ആയിട്ട് സർക്കുലേഴ്സ് ആണ്. സർക്കുലേഴ്സ് എന്ന് പറയുന്നത് ചില ക്ലാരിഫിക്കേഷൻസ് ആണ്. ക്ലാരിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു ആക്ടിൽ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വരുന്ന സമയത്ത് അവരത് ചോദിക്കുന്ന സമയത്ത് ഗവൺമെന്റ് അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഇറക്കുന്നതാണ് സർക്കുലേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സർക്കുലേഴ്സ് വന്നിട്ട് ആക്ടിലുള്ള കാര്യങ്ങളായിരിക്കാം, റൂൾസ് ആയിരിക്കാം. പുതിയ റൂൾസ് കൊണ്ടുവരുമ്പോൾ അതിനും ചിലപ്പോൾ ക്ലാരിഫിക്കേഷൻസ് ഇറക്കാറുണ്ട്. അതിനെ നമ്മൾ സർക്കുലേഴ്സ് എന്ന് പറയണം. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കമ്പനീസ് ആക്ട് എന്ന് പറയുമ്പോൾ ബെയർ ആയിട്ട് ആ ആക്ട് മാത്രമല്ല, അതിന്റെ കൂടെ ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ സബ്ജക്ട് ഒന്നുകൂടെ മനസ്സിലാവുന്നത്. അതായത് കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ടെക്സ്റ്റിൽ എല്ലാം കൂടെ ചേർത്തിട്ടാണ് അവർ തരുന്നത്. പക്ഷെ അത് ശരിക്കും ഇതെല്ലാം ചേർന്നതാണ്. അതായത് റൂൾസ്, നോട്ടിഫിക്കേഷൻസ്, ഷെഡ്യൂൾസ്, പിന്നെ ഇതുപോലെ സർക്കുലേഴ്സ്, ഓർഡേഴ്സ് എല്ലാം കൂടെ ചേർന്നതാണ് നമ്മൾ പഠിക്കുന്ന കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കമ്പനീസ് ആക്ട് എങ്ങനെ വായിക്കാമെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയെങ്കിലും പഠിക്കുന്ന സമയത്ത് ഇതുകൂടെ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. കാരണം നമുക്ക് എല്ലാം കൂടെ അവിയൽ പരുവത്തിലായിരിക്കും ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടാവുക. കാരണം നമുക്ക് ബെയർ ആക്ട് മാത്രം തന്നിട്ട് റൂൾസിന് വേറൊരു ബുക്ക് തന്ന് നോട്ടിഫിക്കേഷൻസ് വേറൊരു ബുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാനുള്ള ആ ഒരു ഇൻഡെപ്ത് നോളജ് ആവുന്നേ ഉള്ളൂ അല്ലെ, ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ. അതുകൊണ്ട് പലപ്പോഴും അവർ ടെക്സ്റ്റ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പൊ എന്നാലും മനസ്സിലാക്കുക ഈ കണ്ടന്റ്സ് ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.